ഹലോ ഫ്രണ്ട്സ്, CMA ഇൻ്റർമീഡിയറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന ടോപ്പിക്കാണ്. സ്റ്റഡി നോട്ട് 1 ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ റിസോഴ്സിൻ്റെയും കൂടെ ആകെയുള്ള മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവാകുന്ന എല്ലാ എക്സ്പെൻസിൻ്റെയും ടോട്ടൽ, അതാണ് കോസ്റ്റ്. ഇനി കോസ്റ്റിന് പ്രധാനമായിട്ടും 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. ഇതിനെ വീണ്ടും നമുക്ക് സബ് ക്ലാസിഫൈ ചെയ്യാം. മെറ്റീരിയലിനെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ ലേബറിനെ ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബറിന് വീണ്ടും ഒരു സബ് ക്ലാസിഫിക്കേഷൻ. അതുപോലെ എക്സ്പെൻസിനെയും നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഇനി ഇതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ ടേംസ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ് ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, ഓവർ ഹെഡ്, പ്രൈം കോസ്റ്റ് തുടങ്ങിയ ടേംസ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ ഫസ്റ്റ് എലമെൻ്റാണ് മെറ്റീരിയൽ. മെറ്റീരിയലിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു: ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് ഉള്ള റോ മെറ്റീരിയൽസ് ഫസ്റ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ആ റോ മെറ്റീരിയലിന് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതൊരു ഫൈനൽ പ്രൊഡക്റ്റിൽ ആ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ ആ ഫൈനൽ പ്രൊഡക്റ്റിൽ വിസിബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ടോയ് ആണെങ്കിൽ ആ പ്ലാസ്റ്റിക് ടോയ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ആ പ്ലാസ്റ്റിക് എന്ന റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ കോസ്റ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓരോ ബിസിനസ്സിൻ്റെ അനുസരിച്ച് അതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ മാറും. അപ്പോൾ ആ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ തന്നെയാണ്, പക്ഷേ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ പാർട്ടായിരിക്കത്തില്ല ആ മെറ്റീരിയൽ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലും നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ഇപ്പോൾ ഈ മെഷീൻ്റെ മെയിൻ്റനൻസിനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോട്ടൺ വേസ്റ്റ്, അതുപോലെ ലൂബ്രിക്കൻസ്. അതൊക്കെ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെയാണ്. അതല്ലാതെ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ പാർട്ടാവുന്നില്ല ആ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ പാർട്ടാവാത്ത എന്നാൽ പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. കോസ്റ്റിൻ്റെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് പറയുന്നത് ലേബറാണ്. ലേബറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും. അപ്പോൾ ഫസ്റ്റ് ഡയറക്റ്റ് ലേബർ എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവുന്ന എംപ്ലോയീസിൻ്റെ ലേബറിനെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫാക്ടറിയിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്ന വേജസ്, അതിനെയാണ് ഡയറക്റ്റ് ലേബർ എംപ്ലോയി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ബിസിനസ്സിലുള്ളവർ തന്നെയാണ്. ആ പ്രൊഡക്ഷൻ്റെ കോസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഡയറക്റ്റ് അവർ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നില്ല. എക്സാമ്പിളായിട്ട് പറയുമ്പോൾ, ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അതുപോലെ സെക്യൂരിറ്റി ഓഫീസ്, അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവരുടെ കോസ്റ്റ് ഈ പ്രൊഡക്ഷനായിട്ട് അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് തന്നെയാണ്. പക്ഷേ ഡയറക്റ്റ് ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കതിനെ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയാം. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ മൂന്നാമത്തെ എലമെൻ്റാണ് എക്സ്പെൻസസ്. എക്സ്പെൻസസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും. മാനുഫാക്ചറിങ്ങിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ഡയറക്റ്റായിട്ട് വരുന്ന എക്സ്പെൻസസിനെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നും അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതിനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നും പറയുന്നു. നെക്സ്റ്റ് ടേമാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ടെക്നിക്കൽ നെയിമാണ്. ഇപ്പോൾ കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന
കാര്യങ്ങൾക്ക് പ്രൊഡക്റ്റ് ആവട്ടെ, സർവീസ് ആകട്ടെ, ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏതൊരു ആക്ടിവിറ്റിക്കും പറയുന്ന ഒരു ടെക്നിക്കൽ നെയിമാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഒബ്ജക്റ്റിനെ നമുക്ക് ബ്രോഡർ ലെവലിൽ പറയുന്നതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന്. അതുപോലെ അത് ലോവർ മോസ്റ്റ് ലെവലിൽ കോസ്റ്റ് ഒബ്ജക്റ്റിനെ പറയുന്നതാണ് കോസ്റ്റ് യൂണിറ്റ്. ഇനി നെക്സ്റ്റ് ടേമാണ് കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ലെവൽ ഓഫ് കോസ്റ്റ് എത്രയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് മെഷീൻ സെറ്റപ്സ്, നമ്പർ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ്, അവേഴ്സ് സ്പെൻഡ് ഓൺ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ, നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് തുടങ്ങിയതിനെയൊക്കെയാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ടേമാണ് കോസ്റ്റ് സെൻറ്റർ. ഒരു ഓർഗനൈസേഷനിൽ കോസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനെ പല സെക്ഷൻസ്, പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയാണ്. ഓരോ എക്സ്പെൻസും ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിലാണ് ആ ചിലവ് വന്നത് എന്നതിൻ്റെ ബേസിസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനെ പല സെക്ഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. പൊതുവെ കോസ്റ്റ് സെൻറ്റേഴ്സിന് നമുക്ക് രണ്ട് ടൈപ്സ് ആയിട്ട് പറയാം. ഫസ്റ്റ് പേഴ്സണൽ കോസ്റ്റ് സെൻറ്ററും സെക്കൻഡ് വൺ ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്ററും. പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അവിടെ പേഴ്സൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ആയിട്ടാണ് ഉള്ളത്. ഇനി ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്യുപ്മെൻറ്റ്സ്, ലൊക്കേഷൻ, ഗ്രൂപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. ഇനി മാനുഫാക്ചറിങ് കൺസേൺസിൽ നമുക്ക് കോസ്റ്റ് സെൻറ്ററിനെ മെയിനായിട്ട് രണ്ടായിട്ട് തിരിക്കാം. പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്ററും സർവീസ് കോസ്റ്റ് സെൻറ്ററും. പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനാണ്, പ്രൊഡക്ഷൻ നടക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് മെഷീൻ ഷോപ്പ്, വെൽഡിംഗ് ഷോപ്പൊക്കെ, അതായത് റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ. ഇനി സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റേഴ്സിന് സർവീസ് ചെയ്യുന്ന മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ് സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റ്സിനാണ് നമ്മൾ സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ടേമാണ് കോസ്റ്റ് യൂണിറ്റ്. നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റ് എപ്പോഴും അസർട്ടൈൻ ചെയ്യുന്നത് യൂണിറ്റ് ബേസിസിലായിരിക്കും. ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അതിനനുസരിച്ച് കോസ്റ്റ് യൂണിറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്യും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വരുമ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ്. അതുപോലെ സിമെൻറ്റിന് വരുമ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ടണ്ണാണ്. കെമിക്കൽസ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സിന് വരുമ്പോൾ ലിറ്റർ ഒരു കിലോഗ്രാം ഒരു ടൺ ആയിരിക്കും. ഇനി ഗ്യാസിൻ്റെ കേസിൽ വരുവാണെങ്കിൽ ക്യൂബിക് മീറ്റർ ആണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ പവർ ഇലക്ട്രിസിറ്റിയുടെ കേസിലൊക്കെ കിലോ വാട്ട് അവർ ആയിരിക്കും കോസ്റ്റ് യൂണിറ്റ്. പിന്നെ ട്രാൻസ്പോർട്ടിൻ്റെ കേസിലാണെങ്കിൽ ടൺ, കിലോമീറ്റർ അല്ലെങ്കിൽ പാസഞ്ചർ കിലോമീറ്റർ ഇതായിരിക്കും കോസ്റ്റ് യൂണിറ്റ്. ഇനി ഹോസ്പിറ്റലിൻ്റെ കേസിൽ വരുവാണെങ്കിൽ പേഷ്യൻ്റ് ഡേ ആണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഹോട്ടലിൻ്റെ കേസിലാണെങ്കിൽ ബെഡ് നൈറ്റ് ആണ് കോസ്റ്റ് യൂണിറ്റ്. ഇനി എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുവാണെങ്കിൽ അവിടെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഇയർ ആണ്. ഇനി അടുത്തത് ടെലികോം ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമ്പർ ഓഫ് കോൾസ് ആണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ BPO സർവീസ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ അക്കൗണ്ട്സ് ഹാൻഡിൽഡ് ആയിരിക്കും കോസ്റ്റ് യൂണിറ്റ്. അതുപോലെ പ്രൊഫഷണൽ സർവീസിലാണെങ്കിൽ ചാർജബിൾ അവേഴ്സ് ആയിരിക്കും കോസ്റ്റ് യൂണിറ്റ്. നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന 3 ടേംസാണ് കോസ്റ്റ് അലോക്കേഷൻ, കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് ആൻഡ് കോസ്റ്റ് അബ്സോർപ്ഷൻ. ഫസ്റ്റ് വേണം കോസ്റ്റ് അലോക്കേഷൻ. കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഇൻഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് വേജസ് അങ്ങനെ എന്തെങ്കിലും ഇൻഡയറക്റ്റ് കോസ്റ്റ് കറക്റ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പ്രോസസ്സാണ് കോസ്റ്റ് അലോക്കേഷൻ. ഇനി നെക്സ്റ്റ് വരുന്ന ടേമാണ് കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ്. ഇപ്പോൾ ചില ഇൻഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കറക്റ്റ് പോയേക്കുന്നതെന്നോ അത് എത്ര എമൗണ്ട് കറക്റ്റ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങനെ ഒരു കറക്റ്റ് കണക്ക് നമുക്കറിയില്ല. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബേസിൽ ആ കോസ്റ്റ്, ആ ഇൻഡയറക്റ്റ് കോസ്റ്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് വീതിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് അതിന് പറയുന്നതാണ് കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ്.
ഇനി നെക്സ്റ്റ് വരുന്ന ടേമാണ് കോസ്റ്റ് അബ്സോർപ്ഷൻ. ഇപ്പോൾ നമ്മുടെ ഒരു ഫൈനൽ പ്രൊഡക്റ്റിൽ പല കോസ്റ്റ് വരുന്നുണ്ട്. ഡയറക്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഇൻഡയറക്റ്റ് കോസ്റ്റിനെ ആ പ്രൊഡക്റ്റിലേക്ക് വീതിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് ഇത്ര കോസ്റ്റ് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇത്ര കോസ്റ്റ് ഇൻഡയറക്റ്റ് വന്നു എന്ന് പറഞ്ഞ് കറക്റ്റ് ആ ഇൻഡയറക്റ്റ് കോസ്റ്റിനെ ആ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ പ്രോസസ്സാണ് കോസ്റ്റ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് അബ്സോർപ്ഷൻ ചെയ്യാൻ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. അത് കറക്റ്റ് മെത്തേഡ്സ് ഏതാണെന്ന് നമ്മൾ ആക്യുറസി ഏതാണ് ഉള്ളതെന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യണം. പല മെത്തേഡ്സ് ഉള്ളത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ്, അതുപോലെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ്, പിന്നെ പ്രൈം കോസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ്, ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് മെത്തേഡ്, അതുപോലെ മെഷീൻ അവർ റേറ്റ് മെത്തേഡ്. അങ്ങനെ പല മെത്തേഡ്സ് കോസ്റ്റ് അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഉണ്ട്. നമ്മൾ മാക്സിമം ആക്യുറസി ഉള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്ത് ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കോസ്റ്റ് അബ്സോർപ്ഷൻ നടത്തേണ്ടത്. നെക്സ്റ്റ് വരുന്ന ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ എഫിഷ്യൻസിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ, അതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് എഫക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. കോസ്റ്റ് കൺട്രോൾ എന്നൊരു പ്രോസസ്സിന് 5 സ്റ്റെപ്പാണ് ഉള്ളത് മെയിനായിട്ട്. ഫസ്റ്റ് പ്ലാനിങ്, സെക്കൻഡ് സ്റ്റേജ് കമ്മ്യൂണിക്കേഷൻ, തേർഡ് മോട്ടിവേഷൻ, ഫോർത്ത് അപ്രൈസൽ ആൻഡ് റിപ്പോർട്ടിംഗ്, ഫിഫ്ത്ത് ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റ് കൺട്രോൾ എന്ന ആ ഒരു കോൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ച് മാക്സിമം പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. തേർഡ് ഒബ്ജക്റ്റീവ്, നമ്മൾ കോസ്റ്റ് കൺട്രോൾ നടത്തുമ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ റീസണബിളി ലോ പ്രൈസിന് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് എത്തിക്കാൻ കഴിയും. ഇനി ഫോർത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് വളരെ കുറഞ്ഞ പ്രൈസിൽ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ബിസിനസ് ഗ്രോ ചെയ്യും. അതുവഴി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യും. ഇനി ഫിഫ്ത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിസോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആണ്. അപ്പോൾ കോസ്റ്റ് കൺട്രോളിലൂടെ ഈ റിസോഴ്സസ് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ എക്കണോമിക്കലി ലിമിറ്റഡ് റിസോഴ്സിൻ്റെ എക്കണോമിക് യൂസാണ് അവിടെ നടക്കുന്നത്. ഇനി സിക്സ്ത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് ഇംപ്രൂവ് ചെയ്യും. ഇനി ലാസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ട് ഈ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്ക് ഉപകാരപ്പെടും. നെക്സ്റ്റ് വരുന്നൊരു സിമിലർ കോൺസെപ്റ്റാണ് കോസ്റ്റ് റിഡക്ഷൻ. നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ പ്രോഫിറ്റ് 2 രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഒന്നല്ലെങ്കിൽ അതിൻ്റെ സെയിൽ വാല്യൂ കൂട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ഇതിൽ സെക്കൻഡ് മെത്തേഡാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റ് പെർമനൻ്റ് ആയിട്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ കോസ്റ്റ് കുറയ്ക്കുന്ന ആ മെത്തേഡാണ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് 2 വേസാണ് ഉള്ളത്. ഫസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ വോളിയം അല്ലെങ്കിൽ ഔട്ട്പുട്ട് സെയിം ആയിട്ട് നിലനിർത്തി എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്താൽ അവിടെ കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാവും. ഇനി സെക്കൻഡ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ വോളിയം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ എക്സ്പെൻഡിച്ചറിൽ അതനുസരിച്ച് കുറവുണ്ടാവും. ഈ 2 മെത്തേഡ്സാണ് കോസ്റ്റ് റിഡക്ഷനായിട്ട് ഉള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തമ്മിലുള്ള, രണ്ടും ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കൺട്രോളിൽ ഇപ്പോൾ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ഗോള് ഫസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ള എഫേർട്സിനെയാണ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷേ കോസ്റ്റ് റിഡക്ഷനിൽ ഒരു ഒറ്റ എഫേർട്ടുള്ളൂ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കൺട്രോളിൽ അതൊരു പ്രോസസ്സാണ്. അതിൽ ഫസ്റ്റ് ടാർഗറ്റ് ഫിക്സ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ആക്ച്വൽ പെർഫോമൻസ് ടാർഗറ്റുമായിട്ട് കമ്പയർ ചെയ്യും, അത് കഴിഞ്ഞ് വേരിയൻസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് റെമഡിയൽ മെഷേഴ്സ് എടുക്കും. ഇനി കോസ്റ്റ് റിഡക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ അങ്ങനെ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നില്ല, കമ്പാരിസൺ തുടങ്ങിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. നെക്സ്റ്റ് ഡിഫറൻസ്, കോസ്റ്റ് കൺട്രോളിൽ അവിടെ സ്റ്റാൻഡേർഡ്സ് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചേക്കും. ആ സ്റ്റാൻഡേർഡ്സ് വൺസ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചലഞ്ചസ് ഒന്നുമില്ല. പക്ഷേ കോസ്റ്റ് റിഡക്ഷനിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടില്ല. അവിടെ എപ്പോഴും കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇനി നെക്സ്റ്റ് ഡിഫറൻസ്, കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പ്രിവെൻറ്റീവ് ഫങ്ഷനാണ്. പക്ഷേ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കറക്റ്റീവ് ഫങ്ഷനാണ്. ഇനി ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൺട്രോളിൽ ഒരു ഡൈനാമിക് അപ്രോച്ച് ഇല്ല. പക്ഷേ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അവിടെ ഒരു ഡൈനാമിക് അപ്രോച്ച് ഉണ്ട്. വേരിയസ് മെത്തേഡ്സിലൂടെ കോസ്റ്റ് എപ്പോഴും റെഡ്യൂസ് ചെയ്ത് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവിടെ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോസ്റ്റ് റിഡക്ഷനിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.